അല്ലെങ്കിൽ ജാസിയുടെ കാര്യം ഇങ്ങനെയാണല്ലോ, ജാസിയുടെ ആഷിയുടെ അമ്മ അങ്ങനെ പറഞ്ഞല്ലോ, ആണായാൽ മതി അല്ലെങ്കിൽ ഒരു പെണ്ണായാൽ മതി, ഈ ഒരു ജന്മം എനിക്ക് എന്തായാലും വേണ്ട. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്തത്. ജാസിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടും, അപ്പൊ ജാസിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ജാസിനെ കുറിച്ച് ചെയ്താൽ കുറച്ച് റീച്ച് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ഓൺലൈൻ. സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, അതായത് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി വെച്ചൊരു മൂവി ഇറങ്ങുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ പറയാൻ ഏറ്റവും കൂടുതൽ അർഹത ഞാനാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരല്ല. പല കമ്മ്യൂണിറ്റിനെയും വിളിച്ചിരുത്തി ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ജാസിയും ആഷും തമ്മിൽ ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ജാസി ഈ ടോയ്ലറ്റ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജാസിയുടെ കാര്യം ഇങ്ങനെയാണല്ലോ, ജാസിയുടെ ആഷിയുടെ അമ്മ അങ്ങനെ പറഞ്ഞല്ലോ, അവരെ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് കമ്മ്യൂണിറ്റിയിൽ വിളിച്ചിരുത്തുമ്പോൾ. പക്ഷെ അതുപോലെ തന്നെ ജാസി ഒരു പ്രസ്താവന പറഞ്ഞിരുന്നത് അടുത്ത ജന്മത്തിൽ ഒരു പൂർണ്ണതയുള്ള സ്ത്രീയായിട്ട് ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് പറഞ്ഞിട്ടും കമ്മ്യൂണിറ്റി ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു എന്നോട്. കാരണം ജാസി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ലൈഫ് തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഞാനൊരു കാര്യം വിട്ടു, അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. എനിക്ക് ഈ ലൈഫിൽ ഞാൻ ഓൾറെഡി ഇങ്ങനെ ആയി, എനിക്ക് അടുത്ത ലൈഫിൽ ഇങ്ങനെ വേണ്ട. കാരണം ഇനിയിപ്പോൾ അടുത്ത ലൈഫിലും എനിക്ക് ട്രാൻസ് ആയി ജനിക്കേണ്ട, എനിക്കൊരു എന്ന പെണ്ണാവണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്കൊരു ആണായാൽ മതി അല്ലെങ്കിൽ ഒരു പെണ്ണായാൽ മതി, ഈ ഒരു ജന്മം എനിക്ക് എന്തായാലും വേണ്ട. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്തത്. അത് കമ്മ്യൂണിറ്റിക്കാരൻ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്ക് പ്രശ്നമല്ല. കാരണം ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, കമ്മ്യൂണിറ്റിയിലെ ബേസ്ഡ് അല്ല ഞാൻ പറഞ്ഞത്. എന്റെ കാര്യങ്ങൾ പറയാനുള്ള അവകാശവും ഇതും എനിക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തരുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ആൾക്കാരെ പേടിച്ചിരിക്കത് പറയാണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ജാസിക്ക് കുറെ അവഗണനകൾ കിട്ടുന്നത് കൊണ്ടാണ് ജാസിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്കറിയില്ല. ഇപ്പൊ എന്താണ് മാവിലുള്ള ആൾക്കാരെ കല്ലെറിയുള്ളൂ. അപ്പൊ പിന്നെ കുറെ ആൾക്കാരുണ്ട് ജാസിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടും, അപ്പൊ ജാസിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ജാസിനെ കുറിച്ച് ചെയ്താൽ കുറച്ച് റീച്ച് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ഓൺലൈൻ ഇന്റർവ്യൂ മീഡിയാസ് ഇറങ്ങിയിട്ടുണ്ട്. അവര് കുറെ ട്രാൻസ് കുട്ടികളെ കൊണ്ടിരുത്തും, ചോദിക്കുന്ന മുഴുവൻ എന്റെയും ആഷിയുടെ കാര്യങ്ങളാണ്. എന്ത് മണ്ടത്തരാന്ന് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. ഞാൻ പ്രതികരിച്ച് അവർക്ക് റീച്ച് കൊടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് നിർബന്ധിച്ച ആളുകളെ കൊണ്ടുവരുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ട്രാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സത്യം മനസ്സിലാക്കി വരുന്നതല്ല. അങ്ങനെ ഒരാളെ നിർബന്ധിച്ച് അങ്ങനെ കൊണ്ടുവരാനൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല. അത് അല്ല, അങ്ങനെ ആളും അങ്ങനെ വരത്തില്ല. കാരണം ഒരു ആണൊരിക്കലും ഒരു സ്ത്രീവേഷം ചെയ്ത് നടക്കാൻ ആഗ്രഹിക്കില്ലല്ലോ. അത് അവരുടെ മനസ്സുകൊണ്ട് അങ്ങനെ സ്ത്രീ ആയതുകൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അങ്ങനെ വലിച്ചയച്ച് അങ്ങനെ ഒന്നും കൊണ്ടുവരുന്ന ആൾക്കാരൊന്നുമില്ല. എല്ലാവരും അവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് വരുന്നത്. ജാസിയുടെ സ്ഥിരം കണ്ടന്റ് ജാസിയുടെ മാത്രം കണ്ടന്റ് കുറച്ച് ആൾക്കാർ, പേര് ഞാൻ പറയുന്നത് മഹദ് എന്ന് പറയുന്ന ആളുണ്ട്. അപ്പം ആളെപ്പോഴും ജാസിയുടെ നെഗറ്റീവ്സ് മാത്രമാണ് പറയുന്നത്. അപ്പം അതിനോട് എന്താ പറയാ? അയാൾക്ക് ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അയാൾക്കെതിരെ. അയാളിപ്പോ ദുബായിലാണ്, നാട്ടിൽ വന്നാൽ അത് ലീഗലി മൂവ് ആവും. രേണു പാട്ടുപാടി ഡാൻസ് വെച്ച് നല്ലൊരു ആർട്ടിസ്റ്റായി വരുന്നുണ്ട് തോന്നുന്നു. ആരാ? രേണു വളർത്തിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത സ്ത്രീയല്ലേ. പാടിയേക്കാളൊക്കെ നന്നായി പാടുന്നില്ലേ ഇപ്പൊ? നന്നായിട്ട് പാടുന്നുണ്ട്. മുമ്പ് തന്നെ ഒരുപാട് മാറി ചേച്ചി. ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആണ്, സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി ഞാൻ വെറുതെ പറയാം, ഫേക്ക് അല്ല അത്. ഞാൻ അതുകൊണ്ടാണ് സാരി എടുത്തത്. ഞാൻ ചുരിദാറിൽ ഇടാറ്. സാരി എടുത്തത് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ? ഞാൻ തമാശ പറയല്ലോ കേട്ടോ. നിങ്ങളിപ്പോ ചിരിക്കുന്നില്ലേ? നിങ്ങൾ കുറച്ച് ദിവസം അല്ല, നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ. അല്ല, നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് കാണാം. ഞാൻ എന്താ എത്ര മാസമായി ഇപ്പൊ? എനിക്ക് 5 മാറും. ഇനി ഞാൻ പോട്ടെ. 4 മാസം ആശ ഞാൻ ഗർഭിണിയല്ല. എന്താ എന്താണ് വീട്ടുണ്ടാക്കി അതൊക്കെ മയക്കാം കാണാറില്ല. എന്താണ് ഫസ്റ്റ് ടൈം പ്രോഗ്രാം നടക്കുന്നതിന് വഴി കൂടെ പോവല്ലേ? അതെ അതെ. അത് പ്രൈസ് ഞാൻ പറയാറില്ലെന്നറിയോ? പ്രൈസ് ഭയങ്കര സീനാണ്. അതിന്റെ വീഡിയോസ് കണ്ടിട്ടായിരുന്നു. കണ്ടിട്ടായിരുന്നു. കുറെ പേര് അത്ര റേറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് വേണേലും പറയാം. ഓൾറെഡി അതിന്റെ എഡിഷൻസ് റേറ്റ്സ് കൂടുന്നതനുസരിച്ച് എമൗണ്ട് കൂടും. എന്റെ അടുത്ത് ഓൾറെഡി അത്യാവശ്യം എക്സ്പെൻസ് സാധനങ്ങൾ ഉണ്ട്. ഞാൻ ബ്രാൻഡ് യൂസ് ചെയ്യുന്ന വലിയൊരാളാണ്. ഞാൻ ബ്രാൻഡഡ് ബാഗുകൾ, ബ്രാൻഡഡ് വാച്ചുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് ദുബായിലുള്ള സമയത്ത് നമുക്കത് വാങ്ങാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ആ എമൗണ്ടിൽ നമുക്ക് വാങ്ങാൻ കുറച്ച് പ്രശ്നമായിരിക്കും. പക്ഷേ ദുബായിലാകുമ്പോൾ നമുക്കൊരു 4-5 മാസത്തെ സാലറിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാൽ നമുക്കത് വാങ്ങാൻ നടക്കണം. നമ്മൾ
എനിക്ക് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അത് ഒരു സാലറി കൊണ്ട് തന്നെ വാങ്ങാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ വീട്ടിലേക്ക് കുറച്ചും ക്യാഷ് അയക്കാനുണ്ട്, വീട് പണി നടക്കുന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയി സ്വന്തമായിട്ട് ഷോപ്പും ഒക്കെ റൺ ചെയ്ത സമയത്താണ് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ബൾഗാരി എനിക്ക് ഇഷ്ടമാണ്, അത് റോളക്സിൻ്റെ വാച്ചിൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ കുറച്ച് വില കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നാളെ നമുക്ക് ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാലോ, വിൽക്കുകയും ചെയ്യാലോ. ഗോൾഡിന് അതേപോലെ തന്നെയല്ലേ സംഭവം, നമുക്കൊരു അസിസ്റ്റ് ആണ്. ജാസി ഫ്യൂച്ചർ പരിപാടികൾ എന്തൊക്കെയാ? സിനിമ ഷൂട്ട് സിനിമയുണ്ട്, എൻ്റെ ഒരു ബുക്സ് ഇറങ്ങുന്നുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഒരു ബുക്സ് ഇറങ്ങുന്നുണ്ട്, ഒരു തമിഴ് മൂവി പറയുന്നുണ്ട്, എൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. അതായത് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി വെച്ചൊരു മൂവി ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.